ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സാരി വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളതാട്ടോ. കാരണം ഇന്നത്തെ സാരി വീഡിയോയിൽ നമ്മൾ ഒരേ ഒരു പാറ്റേൺ വരുന്ന സാരി മാത്രമാണ് കാണിക്കുന്നത്. അതായത് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് കാഞ്ചി കോട്ടൺ അല്ലെങ്കിൽ പവിത്ര കോട്ടൺ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സാരിയാണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. അതുപോലെ നമുക്ക് എന്താ പറയുക, ഡെയിലി വെയർ കളക്ഷനിലേക്ക് ഓഫീസ് ഗോയിങ് ആയിട്ടുള്ളവർക്കും ടീച്ചേഴ്സിനും അതുപോലെ ഡെയിലി വെയർ പർപ്പസിൽ യൂസ് ചെയ്യുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള സാരിയാണ്. ഇതിൻ്റെ കുറച്ചധികം കളക്ഷൻസ് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. പക്ഷേ കൂടുതലും എന്താ പറയുക, സിംഗിൾ പീസസ്, യൂണിക് പീസസ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചിലത് മാത്രമാണ് കുറച്ചധികം പീസസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ കളക്ഷൻസ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ചധികം കളർ കോമ്പിനേഷൻസിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ ഏതെങ്കിലുമൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു സാരിയെ പറ്റി പറയുകയാണെങ്കിൽ അത്ര കംഫർട്ടബിൾ ആണ്, സോഫ്റ്റ് ആണ്. കോട്ടൺ സാരി ലവേഴ്സിനും അതുപോലെ തന്നെ കാഞ്ചീപുരം സാരി ലവേഴ്സിനും ഒക്കെ ഒരേപോലെ നമുക്ക് പ്രിയപ്പെട്ടതായിട്ട് എന്താ പറയുക, ബഡ്ജറ്റ് റേഞ്ചിലേക്ക് വന്നിരിക്കുന്ന സാരീസ് ആയിട്ട്. അപ്പം ഇത് പേഴ്സണലി ഡ്രൈപ്പ് ചെയ്തപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. ഈ പെട്ടെന്ന് തന്നെ നമുക്ക് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റി. ഉടുത്ത് കഴിഞ്ഞാൽ പ്ലേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് ഒതുങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോൺട്രാസ്റ്റ് ബോർഡർ ഒക്കെ കൊടുത്തിരിക്കുന്നുണ്ട്. അടിപൊളി സാരി 1295 പ്രൈസ് റേഞ്ചിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു കാര്യം മറക്കരുത്, നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ കുറച്ചധികം കളക്ഷൻസിന് സ്ക്രീൻഷോട്ട് അയക്കുക. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഒരു ബ്ലൂവിൻ്റെ ഷെയ്ഡാണ്. ബ്ലൂവിലേക്ക് നമ്മുടെ ഈ ഒരു റോയൽ ബ്ലൂ കോമ്പിനേഷനാണ് ഇതിൻ്റെ ആ ഒരു ബോർഡേഴ്സിലേക്കും അതുപോലെ തന്നെ പല്ലു പോർഷനിലേക്കും വന്നിരിക്കുന്നത്. ആ ഒരു ബോർഡർ പോർഷൻ ആണെങ്കിൽ ഒരു വീവിങ് പാറ്റേൺ ഒക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സെമി പാർട്ടി വെയർ ആയിട്ടാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയതാട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സാരി നമുക്ക് ഏജ് ലിമിറ്റ് ഇല്ലാതെ യൂസ് ചെയ്യാം. ആരും എടുത്താലും നല്ല ഭംഗിയായിരിക്കും. ഏത് ഏജ് ഗ്രൂപ്പ് വരും, അതുപോലെ തന്നെ ഏത് ബോഡി ഷേപ്പ് വരുന്നവരൊക്കെ ഡ്രൈപ്പ് ചെയ്താൽ അടിപൊളിയായിട്ടുള്ളൊരു സാരിയാണ്. പല്ലുവിലും ആ ഒരു സിംപ്ലിസിറ്റി വരുന്നുണ്ട്. ചെറിയൊരു ലൈൻ പാറ്റേൺ ഒക്കെയാണ് വരുന്നത്. കാൻസിൽസ് അറ്റാച്ച്ഡ് ആണ്. ബോർഡറിൻ്റെ ഒക്കെ കളറിലേക്കാണ് നമ്മുടെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 1295. ഇനി നമുക്ക് കളേഴ്സ് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം കേട്ടോ. അടുത്തപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ആ ഒരു ഷെയ്ഡിലേക്ക് കുറച്ച് എടുത്തിരിക്കുന്നത്, അതായത് ഒരു ഗോൾഡൻ മസ്റ്റാർഡിൻ്റെ ഒരു കോമ്പിനേഷൻ ഷെയ്ഡാണ്. ബോഡി പോർഷനിൽ വരിക. ബോർഡേഴ്സ് വരുമ്പോഴത്തേനും ഇതുപോലെ ഒരു റെഡ് വരും. ടാസിൽസ് ഒക്കെ ആണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടാസിൽസ് ആണ്. കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് 1295 റേറ്റ്. ഇതിലൊക്കെ എല്ലാം ഒന്നിനും, അതായത് ഇത് നമ്മൾ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടത്. ഒത്തിരി കളേഴ്സ് നമ്മൾ അവോയ്ഡ് ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. ആ ഒരു കളർ കോമ്പിനേഷൻ നമുക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വീണ്ടും ചൂസ് ചെയ്യാനുള്ള നല്ലൊരു ഓപ്ഷനാണ് കിട്ടിയിരിക്കുന്നത്. ഏത് ഷെയ്ഡ് എടുക്കും, ഇപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഇതിൽ ഏത് സാരി ഡ്രൈപ്പ് ചെയ്യുന്നത്. കാരണം ഓരോന്ന് എടുക്കുമ്പോഴും അതാണ്. ഇതുണ്ട് വയലറ്റും ഒരു ബ്രിക്കിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. ഓരോ കളർ എടുക്കുമ്പോഴും അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് നോക്കും. നെക്സ്റ്റ് ഷെയ്ഡ്, ഇതിനെപ്പറ്റി പിന്നെ ഒന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. ബ്ലാക്ക് റെഡ് കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ബോഡി പോർഷനൊക്കെ ബ്ലാക്ക് വരുന്നതാണ്. ഇനി 1 ലെയർ ആയിട്ടോ 2 ലെയർ ആയിട്ടൊക്കെ ആണെങ്കിലും പ്ലേസ് ചെയ്ത് നമുക്ക് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്ത ഷെയ്ഡ് വരുന്നത് ഗ്രീൻ ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിലേക്കാണ്. 1295 പ്രൈസിലേക്ക് വരുന്നതാണ്. നെക്സ്റ്റ് ഷെയ്ഡ് ഉണ്ടോ, ഇത് ഒരു വയലറ്റും ചെറിയൊരു ഗേപ്പ് ടച്ചൂടെ വരുന്നതാണ്. വയലറ്റ് ആൻഡ് ബ്ലൂവിൻ്റെ ഒക്കെ ഒരു മിക്സഡ് ഷെയ്ഡാണ്. അതിലേക്ക് ഗ്രീൻ കോമ്പിനേഷൻ, കളർ കോമ്പിനേഷൻ ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബഡ്ജറ്റ് റേഞ്ചിലും അല്ലേ വന്നിരിക്കുന്നത്. എല്ലാവർക്കും വാങ്ങാൻ പറ്റിയൊരു പ്രൈസ് റേഞ്ചാണ്. ഇത് വീണ്ടും ആ ഒരു ഗോൾഡനും മസ്റ്റാർഡിൻ്റെ മിക്സഡ് ഷെയ്ഡ്. അതിലേക്ക് കോമ്പിനേഷൻ വന്നിരിക്കുന്ന ഒരു വൈൻ ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷനാണ്. അടുത്ത ഷെയ്ഡ് വീണ്ടും വൈനിലേക്കാണ് വരുന്നത്. വൈൻ ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷൻ. കളർ കോമ്പിനേഷൻ അത്രയ്ക്ക് സൂപ്പറാണ്. കാരണം ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ ഈ ഒരു ഐറ്റം കിട്ടിക്കഴിയുമ്പോൾ മെസ്സേജ് അയക്കാട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പെട്ടെന്ന് നമുക്ക് റീസ്റ്റോക്ക് ഒന്നും കിട്ടുന്നതല്ല കേട്ടോ. കുറച്ച് മുമ്പ് നമ്മൾ ഇതിൻ്റെ ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്രീൻ ആൻഡ് ഒരു ബ്ലൂവിൻ്റെ കോമ്പിനേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. 1295 റേറ്റിലേക്ക് വരും. ചില കളേഴ്സ് ബോഡി പോർഷനിലൊക്കെ കളർ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിലും അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ കളർ ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ഇതിൽ പിങ്ക് ആണ് വന്നിരിക്കുന്നത്. പല്ലൊക്കെ നേരത്തെ ഞാൻ കാണിച്ചുള്ള ആ ഒരു ലൈൻ പാറ്റേണിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ബ്ലൂ എനിക്കൊന്ന് നമ്മൾ ഫസ്റ്റ് കാണിച്ചതായിരുന്നു. പക്ഷേ ഇതിൻ്റെ കോമ്പിനേഷനിലേക്ക് ഈ ഒരു വൈൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. 1295 റേറ്റിലേക്കാണ് വരുന്നത്. കുറച്ചധികം കളക്ഷൻസ് തന്നെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട 2-3 കളേഴ്സിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. ഒരു മെഹന്തി ഗ്രീനിലേക്ക് ഒരു മെറൂൺ, റെഡിഷ് മെറൂൺ കളർ കോമ്പിനേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. 1295 റേറ്റിലേക്കാണ് വരുന്നത്. കാഞ്ചി കോട്ടൺ സാരീസ് അല്ലെങ്കിൽ പവിത്ര കോട്ടൺ സാരീസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസ് കേട്ടോ. സെമി പാർട്ടി വെയർ ആയിട്ട് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ഒരു രക്ഷയില്ല കേട്ടോ. എന്തൊക്കെ കളർ കോമ്പിനേഷൻ, ഇത്രയും കളേഴ്സൊക്കെ ഉണ്ടോയെന്ന് ഇപ്പോഴാണ് നമ്മൾ തന്നെ അത്ഭുതപ്പെടുന്നത്. കാരണം ഒരു പാറ്റേണിൽ തന്നെ ഇത്രയധികം കളേഴ്സ് കാണിക്കണമെങ്കിൽ എത്ര എന്താ പറയുക, എന്നും ഒരു വന്നങ്ങടെ ഒരു മായ വിസ്മയം എന്നൊക്കെ തന്നെ പറയേണ്ടി വരും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസ്. അടുത്ത ഈ ഒരു റെഡിഷ് മെറൂൺ ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ അടിപൊളിയാട്ടോ. പിന്നെ ഇതിൽ എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഈ ഒരു ബോർഡർ വന്നിരിക്കുന്ന കളേഴ്സൊക്കെ മിക്കവാറും നമുക്ക് ബ്ലൗസ് കാണും. ഇതൊരു അധികം ഇനിയിപ്പോൾ ലൈറ്റ് ടോൺ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഈ ഒരു പീച്ച് സെലക്ട് ചെയ്യുക കേട്ടോ. ഇതിലേക്കും ഈ ഒരു റെഡിഷ് മെറൂൺ ആണ് കോമ്പിനേഷൻ വരുന്നത്. ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഒരു ബോർഡർ കളർ ഇപ്പോൾ ബ്ലൂ ആണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും ഒക്കെ നമുക്ക് എപ്പോഴും
ഉണ്ടാകുന്ന ഒരു ബ്ലൗസാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു ബ്ലൗസിൽ അവിക്കാനും പറ്റും. അതുകൊണ്ട് ഈ ഒരു ഷെയ്ഡ് ഗ്രേപ്പിൻ്റെ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്, ബ്ലൂവിൻ്റെ കോമ്പിനേഷൻ. അടുത്തതും ഗ്രേപ്പ് തന്നെയാണ് ബോഡി പോർഷൻ വരുന്നത്. അപ്പോഴത്തേനും കോമ്പിനേഷൻ ബ്ലാക്ക് ആയി മാറിയിട്ടുണ്ട്. ബ്ലാക്ക് ഒക്കെ ബ്ലൗസ് എല്ലാവർക്കും കാണുമല്ലേ. 1295 പ്രൈസ് റേഞ്ചിലേക്കാണ് വന്നിരിക്കുന്നത്. ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. വീണ്ടും ഗ്രീൻ ആൻഡ് പിങ്ക് ആണ്. ആദ്യം കണ്ട ഗ്രീനിന് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടൊരു ഗ്രീൻ ഷെയ്ഡ് വരും. വീണ്ടും നമ്മുടെ ഗ്രേപ്പ് കളർ വരുന്നുണ്ട്, കോമ്പിനേഷൻ വന്നിരിക്കുന്ന ഗ്രീൻ. അപ്പോൾ ഈ ഒരു ഗ്രേപ്പ് കളർ സെലക്ട് ചെയ്യണം. ഇതിൽ തന്നെ എനിക്ക് നമുക്ക് ഇപ്പോൾ ഒരെണ്ണം കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഷെയ്ഡേ മാറ്റം വരുന്നുള്ളൂ കേട്ടോ. അതുപോലെ ബ്ലാക്കിൽ നമ്മൾ നേരത്തെ റെഡ് കാണിച്ചിരുന്നു. ഇത് ബ്ലാക്ക് ആൻഡ് ഒരു പിങ്ക് കോമ്പിനേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം പ്രൈസ് വരുന്നത് 1295 ആണ്. അടുത്ത ഗ്രീൻ ആൻഡ് ഒരു റെഡിഷ് മെറൂൺ കോമ്പിനേഷനിലേക്കാണ് വരുന്നത്. നെക്സ്റ്റ് വീണ്ടും ഒരു റെഡിഷ് മെറൂൺ. ഇതിൻ്റെയും എനിക്ക് വന്ന ബോഡി പോർഷൻ ഈ ഒരു റെഡിഷ് മെറൂൺ വരുന്നത് നേരത്തെ മറ്റൊരു കളറുമായിട്ട് കമ്പൈൻ ചെയ്ത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഗ്രീൻ്റെ കോമ്പിനേഷനാണ് വരുന്നത്. 1295 റേറ്റ് വരും. അടുത്തത് ബോഡി പോർഷൻ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ശരിക്കും ഒരു പിങ്ക് വൈൻ കോമ്പിനേഷൻ വരുന്നൊരു ബോർഡർ പോർഷൻ കൊടുത്തിട്ടുണ്ട്. വീണ്ടും ബ്ലൂ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ബ്ലൂവിൽ ആദ്യം കാണിച്ച ബ്ലൂവിന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതുപോലെ ഒരു പിങ്കിൻ്റെ ഷെയ്ഡാണ് കോമ്പിനേഷൻ ബോർഡറിലും പല്ലു പോർഷനിലും വരുന്നത്. ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു എന്താ പറയുക മെഹന്തി ഗ്രീൻ്റെ ആ ഒരു ഷെയ്ഡ് ബ്ലാക്ക് ആണ്. ഇതിൽ ബോർഡേഴ്സും പല്ലു പോർഷനും കൊടുത്തിരിക്കുന്നത്. 1295 ആണ് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത്. അടിപൊളി സാരിയാണ്. അപ്പോൾ എന്താ പറയുക മിസ് ചെയ്യാതിരിക്കുക. ഇനി പെട്ടെന്നൊന്നും നമുക്ക് ചിലപ്പോൾ റീസ്റ്റോക്ക് ചെയ്യാൻ സാധിച്ചൊന്നും വരില്ല. അപ്പോൾ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. താങ്ക്